Dear friends, good morning all of you. Let us start today class. Topic is rights of surety against the creditor, debtor and co-surety. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് എന്താണ്, ഗ്യാരണ്ടി കോൺട്രാക്റ്റ് എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ഷുവർട്ടിയുടെ റൈറ്റ്സ്, ഷുവർട്ടിക്കുള്ള അവകാശങ്ങളെക്കുറിച്ച്. കരാറിൽ 3 പാർട്ടികളുണ്ട് എന്ന് നമ്മൾ കണ്ടു: ക്രെഡിറ്റർ, ഡെറ്റർ ആൻഡ് ഷുവർട്ടി. ഷുവർട്ടിയാണ് ജാമ്യം നിൽക്കുന്ന ആൾ. ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ ജാമ്യം നിൽക്കുന്ന ആളാണ് ഷുവർട്ടി. ഈ ഷുവർട്ടിയുടെ അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഈ അവകാശങ്ങൾ പറയുമ്പോൾ ഓരോ ആളെയും സ്പെസിഫൈ ചെയ്ത് പറയേണ്ടി വരും. ഓരോ ആളോടും എന്തൊക്കെ അവകാശപ്പെടാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ക്രെഡിറ്റർ, ദെൻ ഡെറ്റർ, ദെൻ കോ-ഷുവർട്ടി. അങ്ങനെ ഒരാളുണ്ടാവും, കോ-ഷുവർട്ടി. അത് ഒരാളോ ഒന്നിൽ കൂടുതലാളോ ആവാം. അതായത് ഒരു ഷുവർട്ടി മറ്റ് ഷുവർട്ടികളെ കൂടെ കൂട്ടുമ്പോഴാണ് കോ-ഷുവർട്ടി ആവുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകൾ ജാമ്യം നിൽക്കുമ്പോൾ മെയിൻ ഷുവർട്ടി കഴിച്ച് മറ്റാളുകൾ കോ-ഷുവർട്ടി എന്നാണ് പറയുക. ശേഷം നമ്മൾ പറയും. അപ്പോൾ ഒരു ഷുവർട്ടിയുടെ റൈറ്റ്സ്, ആദ്യമായിട്ട് നമ്മൾ റൈറ്റ്സ് ഓഫ് ദ ഷുവർട്ടി എഗൻസ്റ്റ് ക്രെഡിറ്ററാണ് നോക്കുന്നത്. ക്രെഡിറ്റർ മീൻസ് സെല്ലർ. ക്രെഡിറ്ററോട് എന്തൊക്കെ അവകാശപ്പെടാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. നോക്കാം. അപ്പോൺ പേയ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്, ഷുവർട്ടി ഈസ് ഇൻവെസ്റ്റഡ് വിത്ത് ഓൾ റൈറ്റ്സ് വിച്ച് ദ ക്രെഡിറ്റർ ഹാഡ് അഗൻസ്റ്റ് ദ ഡെറ്റർ. ക്രെഡിറ്റർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടായിരുന്നോ, ഡെറ്ററുടെ മുകളിൽ എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടായിരുന്നോ, ഡെറ്റർക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ അവകാശങ്ങൾക്കും ഉടമസ്ഥൻ ഇപ്പോൾ ഷുവർട്ടിയാണ്. അപ്പോൺ ദ പേയ്മെൻറ്റ് ഓർ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പറയാൻ പോകുന്ന അവകാശങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. ഷുവർട്ടി പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന എല്ലാ അവകാശങ്ങളും അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ഓക്കെ. അപ്പോൺ ദ പേയ്മെൻറ്റ് ഓർ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്, surety is invested with all rights which the creditor had against the debtor. എന്തൊക്കെ അവകാശങ്ങൾ ഡെറ്റർക്കെതിരിൽ ക്രെഡിറ്റർക്കുണ്ടായിരുന്നോ അതൊക്കെ ഷുവർട്ടിക്ക് ലഭിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ എഗൻസ്റ്റ് ക്രെഡിറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എഗൻസ്റ്റ് ക്രെഡിറ്ററായിട്ട് ഈ ഒരു അവകാശം പറയാൻ കാരണം, ക്രെഡിറ്റർക്കായിരുന്നു ഇതുവരെ ആ ഒരു അവകാശം ഉണ്ടായിരുന്നത്. അത് ഷുവർട്ടിയിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ക്രെഡിറ്റർക്ക് ആ ഒരു അവകാശങ്ങളൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. ഓക്കെ. പെർഫോമൻസ് നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ക്രെഡിറ്റർക്കുണ്ടായിരുന്ന അവകാശങ്ങളൊക്കെ ഷുവർട്ടിയിലേക്ക് നീങ്ങും. അതാണ് ഒന്നാമത്തെ റൈറ്റ്. മറ്റൊന്നാണ്, എ ഷുവർട്ടി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് എവറി സെക്യൂരിറ്റി വിച്ച് ദ ഡെറ്റർ ഹാഡ് ഗിവൺ ടു ദ ക്രെഡിറ്റർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ്. കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഡെറ്റർ ക്രെഡിറ്റർക്ക് ചില സെക്യൂരിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ അവകാശം ഇപ്പോൾ ഷുവർട്ടിക്കാണ്. ഈ ഒരു കാര്യം ഷുവർട്ടിയുടെ അറിവിൽ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ദ ഷുവർട്ടി നോസ് ഓഫ് ദ സെക്യൂരിറ്റി ഓർ നോട്ട്. ഈ ഒരു കാര്യം വിഷയമല്ല, ഇത് ഇമ്മെറ്റീരിയലാണ്. എല്ലാ സെക്യൂരിറ്റീസും, ഡെറ്റർ ക്രെഡിറ്റർക്ക് വേണ്ടി നൽകിയ എല്ലാ സെക്യൂരിറ്റീസും, അതിൻ്റെയൊക്കെ അവകാശം ഇപ്പോൾ ഷുവർട്ടിക്കാണ്. ഓക്കെ. ഇതാണ് ഒരു ഷുവർട്ടിക്ക് ക്രെഡിറ്ററോടുള്ള റൈറ്റ്സ്. ക്രെഡിറ്റർക്കെതിരെയുള്ള റൈറ്റ്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് റൈറ്റ്സ് ഓഫ് ദ ഷുവർട്ടി എഗൻസ്റ്റ് ഡെറ്റർ നോക്കാം. ഡെറ്റർക്കെതിരെയുള്ള ഷുവർട്ടിയുടെ അവകാശങ്ങൾ. ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ദർ ഈസ് എൻ ഇംപ്ലോയിഡ് പ്രോമിസ് ബൈ ദ ഡെറ്റർ ടു ഇൻഡംനിഫൈ ദ ഷുവർട്ടി. നിങ്ങൾക്കറിയാവുന്നതുപോലെ
കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആകുമ്പോൾ അവിടെ ഒരു കരാറുണ്ട്. ഡെറ്ററും ഷുവർട്ടിയും തമ്മിൽ ഒരു ഇംപ്ലോയിഡ് കോൺട്രാക്റ്റാണ്. ക്രെഡിറ്ററുടെ നഷ്ടം ഞാൻ നികത്തി കൊടുത്താൽ, അതായത് അപ്പോൺ ദ പേയ്മെൻറ്റ് ഓഫ് മീ, ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നീ തരണം എന്നുള്ള ഒരു ഇംപ്ലോയിഡ് പ്രോമിസ്, എക്സ്പ്രസ്ഡ് അല്ല ഇംപ്ലോയിഡ് പ്രോമിസ് അവിടെയുണ്ട്. ഇംപ്ലോയിഡ് ആയാലും കരാറാവുമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഗ്യാരണ്ടി കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ 3 കരാറുണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഇംപ്ലോയിഡ് പ്രോമിസ് ഉണ്ട്. ഓക്കെ, ഇംപ്ലോയിഡ് ഫ്രം ദ ആക്ഷൻ, എക്സ്പ്രസ്ലി ഓറൽ ഓർ റിട്ടേൺ അല്ല എങ്കിലും ഇംപ്ലോയിഡ് പ്രോമിസ് അവിടെ നടക്കുന്നുണ്ട്. ബൈ ദ ആക്ഷൻ ഓഫ് ദ ഷുവർട്ടി, ഇവിടെ ഒരു കരാറുണ്ടാകുന്നുണ്ട്. കരാറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇംപ്ലോയിഡ് പ്രോമിസ് കരാറാണ്. ഓക്കെ, ഇംപ്ലോയിഡ് ഫ്രം ദ ആക്ഷൻ ഓഫ് ദ ഷുവർട്ടി, ഇവിടെ ഒരു കരാറുണ്ടായിട്ടുണ്ട് ഡെറ്ററും ഷുവർട്ടിയും തമ്മിൽ. അതുകൊണ്ട് എന്താണ്, ഷുവർട്ടി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ഫ്രം ദ ഡെറ്റർ വാട്ട് എവർ എമൗണ്ട് റൈറ്റ്ഫുള്ളി പെയ്ഡ് ബൈ ഹിം. റൈറ്റ്ഫുള്ളി എന്ന വേർഡ് പ്രധാനപ്പെട്ടതാണ്. കാരണം പറയാം. ഷുവർട്ടി അവകാശപ്പെട്ടിരിക്കുന്നു എന്തൊക്കെ അയാൾ ക്രെഡിറ്റർക്ക് പേ ചെയ്തോ, ഡെറ്റർക്ക് വേണ്ടി എന്തൊക്കെ പേ ചെയ്തോ അതിനൊക്കെ അവകാശപ്പെട്ടിരിക്കുന്നു. റൈറ്റ്ഫുള്ളി പെയ്ഡ് ബൈ ഹിം, അണ്ടർലൈൻ ദ വേർഡ് റൈറ്റ്ഫുള്ളി പെയ്ഡ് ബൈ ഹിം. കാരണം he is not entitled to any amount which he had paid wrongfully to the creditor. wrongfully പേ ചെയ്തതിന് അദ്ദേഹത്തിന് അവകാശമില്ല. റൈറ്റ്ഫുള്ളി നടത്തിയ പേയ്മെൻ്റ് ആയിരിക്കണം. അതായത് ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. എയും ബിയും സിയും 3 ആളുകൾ. എ ഷുവർട്ടിയാണ്, സി ആണ് ക്രെഡിറ്റർ, ബി ആണ് ഡെറ്റർ. എ ഷുവർട്ടി, സി ക്രെഡിറ്റർ, ബി ഡെറ്റർ. അപ്പോൾ സി ബിക്ക് 1000 രൂപയുടെ ഷുഗർ സപ്ലൈ ചെയ്യാമെന്നേറ്റു. 1000 രൂപ വിലയുള്ള ഷുഗർ സപ്ലൈ ചെയ്യാമെന്നേറ്റു. എ ഷുവർട്ടിയാണ്. അങ്ങനെ സി സപ്ലൈ ചെയ്യുന്നത് 500 രൂപയുടെ ഷുഗറാണ്. ബിക്ക് സപ്ലൈ ചെയ്യുന്നത് 500 രൂപയുടെ ഷുഗറാണ്. എന്നിട്ട് എയുടെ കയ്യിൽ നിന്നും 1000 രൂപ വാങ്ങിക്കുകയും ചെയ്തു. കാരണം നേരത്തെ പറഞ്ഞത് 1000 രൂപയുടെ ഷുഗർ സപ്ലൈ ചെയ്യുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് 500 രൂപയുടെ ഷുഗറെ സപ്ലൈ ചെയ്തിട്ടുള്ളൂ, 1000 രൂപ വാങ്ങിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ എ ക്യാൻ റിക്കവർ ഓൺലി ₹500 ഫ്രം ബി. ഈ പറഞ്ഞ റൈറ്റ്, ഡെറ്റർക്കെതിരെ ഉള്ള റൈറ്റ് ഷുവർട്ടി പ്രയോഗിക്കുമ്പോൾ ഷുവർട്ടിക്ക് എക്ക് ബിയുടെ അടുത്തുനിന്ന് 500 രൂപ വാങ്ങാനേ കഴിയൂ. കാരണം എന്താ, 500 രൂപയുടെ ഷുഗറല്ലേ ബിക്ക് കിട്ടിയിട്ടുള്ളൂ. 1000 കൊടുത്തത് റോങ്ഫുള്ളിയാണ്. റൈറ്റ്ഫുള്ളി കൊടുക്കണം. അതാണ് റൈറ്റ്ഫുള്ളി എന്ന് പറയുന്നത്. റൈറ്റ്ഫുള്ളി കൊടുക്കണം. ഓക്കെ, അപ്പോൾ 500 രൂപ മാത്രമേ കിട്ടൂ. യഥാർത്ഥത്തിൽ ഷുവർട്ടി ആയിട്ടുള്ള എ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത് ഒരു ഇംപ്ലോയിഡ് പ്രോമിസ് മൂലമുള്ള കരാറിലൂടെ ഷുവർട്ടിക്ക് ഡെറ്റർ അടുത്തു നിന്നും 500 കിട്ടുള്ളൂ. കാരണം അവിടെ റോങ്ഫുള്ളിയാണ് 500 പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. റൈറ്റ്ഫുൾ പേയ്മെൻറ്റ് 500 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മിക്കുക. ഇതാണ് ഒരു ഷുവർട്ടിക്ക് ഡെറ്ററോടുള്ള റൈറ്റ്സ്, അവകാശങ്ങൾ. മറ്റൊന്നാണ് റൈറ്റ്സ് ഓഫ് ദ ഷുവർട്ടി എഗൻസ്റ്റ് കോ ഷുവർട്ടി. കോ ഷുവർട്ടി എന്ന് പറഞ്ഞാൽ when a debt is guaranteed by 2 or more sureties, they are called co-sureties. ഒന്നിലധികം ആളുകൾ, 2 അതിലധികമോ ആളുകൾ ഗ്യാരണ്ടി നിൽക്കുന്നു. ഷുവർട്ടി, ഒന്നിലധികം ഷുവർട്ടി ഉണ്ടെങ്കിൽ, 2 അതിലധികമോ ഷുവർട്ടി ഉണ്ടെങ്കിൽ കോ ഷുവർട്ടീസ് എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ആ ഒരു കേസിൽ ഒരാൾ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രപ്പോർഷൻ, അതിനപ്പുറം പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ആ തുക മറ്റുള്ള ഷുവർട്ടീസിൽ നിന്നും ലഭിക്കാനുള്ള അവകാശം ഷുവർട്ടിക്കുണ്ട്. ഏത് ഷുവർട്ടിയാണോ പേയ്മെൻറ്റ് നടത്തിയത് അദ്ദേഹത്തിനുണ്ട്. ഓരോ ആൾക്കും അവരവരുടെ പ്രപ്പോർഷൻ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് 2 ഷുവർട്ടീസാണുള്ളത്. അപ്പോൾ 1000 രൂപയാണ് കൊടുക്കേണ്ടതെങ്കിൽ 500 ഓരോ ആളുകൾ എടുക്കുക. അല്ലെങ്കിൽ
ബേസ്ഡ് ഓൺ ദ എഗ്രിമെൻറ്റ്. അവർ തമ്മിലുള്ള ഒരു പ്രപ്പോഷൻ ഉണ്ടാവുമല്ലോ, ആ പ്രപ്പോഷൻ അനുസരിച്ച് ഒരാളുടെയും പ്രപ്പോഷനാണ് കൊടുക്കേണ്ടത്. ഇനി പ്രപ്പോഷനിലധികം ഒരാൾ കൊടുക്കുകയാണെങ്കിൽ ഹി ഹാസ് എ റൈറ്റ് ഓഫ് റിക്കവറി ഫ്രം ദ കോഷ്യൂരിറ്റീസ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടിവരയിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ റൈറ്റ്സൊക്കെ എക്സസൈസ് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. ഷൂറിറ്റി കനോട്ട് എക്സസൈസ് ദ റൈറ്റ്സ് ബിഫോർ ആക്ച്വലി മേക്കിംഗ് പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഈ ഒരു അവകാശം വരുന്നുള്ളൂ. ഓക്കെ, ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് ഷൂറിറ്റി against all the parties, creditor, debtor and co-sureties.